ഹായ്, ഞാൻ ഡോക്ടർ ഇർഫാന അർസലാം, സർജൻസ് വിങ്ങിലെ ക്ലിനിക്കൽ കോസ്മെറ്റോളജിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് PRP ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ്. നമുക്കുണ്ടാവുന്ന ഹെയർഫാളിന്റെ സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ PRP ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയെ വേർതിരിച്ചെടുത്ത് സ്കാൽപ്പിൽ ഇഞ്ചെക്ട് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് PRP ട്രീറ്റ്മെന്റ്. 18 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും ഈ ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതാണ്. നിലവിലുള്ള മുടിക്ക് ഒരു റീഗ്രോത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും തിന്നിങ് ആയിട്ടുള്ള മുടിക്ക് ഒരു ഡെൻസിറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ PRP ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ത്രോംബോസൈറ്റോപീനിയ, അതായത് ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഉള്ളവർക്കും സ്കാൽപ്പ് ഇൻഫെക്ഷൻ, ഡാൻഡ്രഫ്, അതേപോലെ ആസ്പിരിൻ, ഹെപ്പാരിൻ പോലുള്ള മെഡിസിൻസ് കഴിക്കുന്ന ആളുകൾക്കും PRP ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടില്ല. റിപ്പീറ്റഡ് സെക്ഷനായിട്ട് ചെയ്യേണ്ടതാണിത്. 21 ഡേയ്സ് ഗ്യാപ്പ് ഇട്ട് 3 to 4 സിറ്റിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്. PRP ട്രീറ്റ്മെന്റിന് മുമ്പായിട്ട് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള കോസ്മെറ്റോളജിസ്റ്റിന്റെയോ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെയോ കൺസൾട്ടേഷൻ പ്രകാരമാണ് PRP ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ടത്. അതുപോലെ തന്നെ PRP ട്രീറ്റ്മെന്റിന്റെ ഒരു അഡ്വാൻസ്ഡ് ഫോമാണ് GFC ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കൊല്ലം ചിന്നക്കടയിലുള്ള സർജൻസ് വിങ് ഹെയർ ആൻഡ് സ്കിൻ ക്ലിനിക്കിലേക്ക് കോൺടാക്ട്